അതിൻ്റെ ടീമായിരുന്നു. അപ്പോൾ നമ്മൾ ഫണ്ടൊക്കെ അയച്ചു കൊടുത്ത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ്, പക്ഷേ കുറേ നാൾ എടുത്തിട്ടും അക്കൗണ്ട് കിട്ടിയതുമില്ല. പൈസ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്തതുമില്ല. പിന്നെയാണ് നമ്മൾ അറിയണത് ഒരു സ്കാമേഴ്സ് ആണെന്ന്. ഇതിനെപ്പറ്റി വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. പിന്നെ എപ്പം ജയിലാകുന്നു, എപ്പം കേസ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എപ്പം വേണമെങ്കിലും ജയിലാകാം. അപ്പോൾ പറ്റുള്ളൂ, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും. ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കൾക്കാണ് നാളെ ഈ ഒരു അവസ്ഥ വന്നാൽ എന്നുള്ള രീതിയിലെങ്കിലും എടുത്ത് യവന്മാരെ ഇന്ന് തന്നെ ഉള്ളയെടുത്ത് ഇടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. ഇത് നിങ്ങളുടെ മാത്രമല്ല, എല്ലാവരുടെ അപേക്ഷ അത് തന്നെയാണ്. യവന്മാരെ എത്രയും പെട്ടെന്ന് ഉള്ളയെടുത്തിടണം. ഇങ്ങനെ വച്ച് നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല. അതുപോലെ ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ കാര്യങ്ങൾ പോലീസ് പോയിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൊള്ളാം, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കട്ടെ. അതുപോലെ ഞാൻ തൊപ്പിയുടെ ഈ പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ഞാനിവിടെ കൊടുക്കാം, സ്ക്രീൻഷോട്ട് കൊടുക്കാം, നിങ്ങൾ കണ്ടോണം. ഇവൻ ലൈവ് ഇട്ടിരുന്ന 2.5 മണിക്കൂർ അടുപ്പിച്ചുള്ള ആ വീഡിയോ എടുത്ത് ഇവൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലൈവിൽ ആ സാധനം ഇല്ല, പോയി. ഓക്കെ, ലൈവിൽ ഇപ്പോൾ ആ സാധനമില്ല. ഒന്നുകിൽ കമ്മ്യൂണിറ്റി വയലേഷൻ വല്ല അടിച്ച് അണ്ണാക്കി കിട്ടി പോയതായിരിക്കും, അല്ലെങ്കിൽ എന്തിന് ഇവൻ ഈ സാധനം എടുത്ത് റീ അപ്ലോഡ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരും. അതായത് ലൈവ് ഡിലീറ്റ് ചെയ്തിട്ട്, ലൈവ് മുക്കിയിട്ട് അല്ലാതെ എടുത്ത് അപ്ലോഡ് ചെയ്തെന്നൊരു ചോദ്യം വരും. അങ്ങനെ വരികയാണെങ്കിൽ അത് വെറും ഒരു ഏണിങ്സിൻ്റെ പുറത്ത് തൊപ്പി ചെയ്ത പരിപാടിയായിട്ട് മിക്കവാറും ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്ത്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഏണിങ്സിൻ്റെ പുറത്താണെങ്കിൽ ഇമാതിരി തീട്ട കേസുകൾ സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി നാറ്റിച്ചിട്ട് ഉണ്ടാക്കുന്ന കാശ് എന്നാ കോപ്പിനാടാ എന്ന് ചോദിക്കേണ്ടി വരും. തൊപ്പിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, വെറും തൊട്ടികളാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു ആദിൽ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ ഒരു കേസ് ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. തൊപ്പി ലൈവില് ഈ ആദിലെന്ന് പറയുന്ന പയ്യനെ പിടിച്ചിരുത്തിയിട്ട് തൊപ്പി സൈഡിൽ ഇരിപ്പുണ്ട്. അണ്ടറേജിലുള്ള ഏതോ പെമ്പിള്ളാർ ലൈവിൽ വന്ന സമയത്ത്, ഈ മറ്റേ ഒമേഗിൾ പോലത്തെ എന്തോ പരിപാടിയിൽ വന്ന സമയത്ത് തൊപ്പി അടുത്തിരുന്ന് സെറ്റാക്കടാന്നൊക്കെ പറഞ്ഞ് മൂപ്പിച്ചു കൊടുക്കുകയാണ്. ഇവന്മാര് എന്താണ് ഈ ലൈവിൽ വന്നിരുന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഇവന്മാരുടെയൊക്കെ വീഡിയോകൾ കാണുന്ന ഒരുപാട് പീക്കർ പിള്ളേരാണ്. ഈ പിള്ളേരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ തൊട്ടി പരിപാടികൾ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവന്മാരെ എന്തിനാണ് ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് ഉദ്ഘാടനങ്ങളും കൊടുത്ത് ഇത്രയും വാഴ്ത്തി പാടിയെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. ഇവൻ്റെയൊക്കെ മൂഡ് താങ്ങിക്കൊണ്ട് നടന്ന കുറേ എണ്ണം ഇപ്പം പെട്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര കിടിലാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന കുറേ പിള്ളേർ, പിന്നെ കുറേ പിള്ളേർ സെറ്റ് വന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നുണ്ട്. അതായത് യുവമാരെ കുറ്റം പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യുവമാരൊക്കെയാണ് ശരി, യുവമാരൊക്കെ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശരി, ഇത്തരം തന്തയില്ലായ്മകളാണ് ശരി. ഇപ്പം മമ്മൂൻ്റെയും ഷമീറിൻ്റെയൊക്കെ കുണ്ടനടി വീഡിയോ ഒക്കെ ഇറങ്ങിയപ്പോൾ ഇതൊക്കെ കണ്ട് പിള്ളേർ അതുപോലെയൊക്കെ ചെയ്യും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, കാരണം അവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവന്മാരെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, ഈ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, തൊപ്പിയെ വിമർശിക്കുന്നവരുണ്ട്. അങ്ങനെ വെറും തൊട്ടി പരിപാടിയാണ് ഇവന്മാരുടെയൊക്കെ ഇടയിൽ നടക്കുന്നത്. ഡ്രഗ്സ്, പല പെണ്ണ് വിഷയം, അല്ല പെണ്ണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടറേജിലുള്ള പെമ്പിള്ളാരെ വരെ കൊണ്ടുവന്നിട്ട് പരിപാടിയൊക്കെയാണെന്ന് ഇവന്മാരൊക്കെ തന്നെ പറഞ്ഞു വെച്ചോ, നമുക്കറിയത്തില്ല. കൂടെ നിന്നവന്മാർ തന്നെ കുണ്ടിക്കടിച്ച് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആദിലിന്റെ ഒരു വീഡിയോ ആദ്യം ഒന്ന് കാണാം. ഓക്കെ, Where are you from? America. Okay, USA. How old are you? Mia, how old are you? 50? Oh, 50. 15. Oh, 15. Okay. What are you doing here? Just boring? Oh, you have Instagram? What? Instagram, you have Instagram account? Insta. अभी मैं कुछ नहीं मैं കാണുന്നേ. Insta. Instagram. You know Instagram. Reels scrolling app. Instagram. Snapchat. Instagram. You have Instagram account? Send your ID. You are right. Instagram account. You are Instagram account? No. Snapchat.
നല്ല ഒന്നാം തരം തീട്ടങ്ങൾ, അല്ലാണ്ടൊന്നും പറയാനില്ല. രണ്ട് പെമ്പിള്ളാര് ഈ റാൻഡമായിട്ട് ഇവന്മാർ കോൾ ചെയ്ത സമയത്ത് വന്നപ്പം വളച്ചോന്ന് അപ്പുറത്ത് നിന്ന് തൊപ്പി മോട്ടിവേഷൻ കൊടുക്കുന്നു. ഇവനാണ് വലിയ ഇപ്പം വന്നിരുന്ന് കൊണയടിക്കുന്നത്. ഏത് തള്ള എൻ്റെ പിള്ളേരെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ നല്ലവനാണ്, അവന്മാരെല്ലാം കെട്ടവന്മാരാണെന്നൊക്കെ. രണ്ട് പെമ്പിള്ളാർ ലൈവിൽ വന്നപ്പോൾ വളച്ചോ വന്നിരുന്ന് കൊണയടിച്ച് ഇവനാണ് ഇപ്പൊ വലിയ നന്മമരം കളിക്കുന്നത്. സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു, മറ്റതാണ് കോലാണ്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വെറും ഉടായ്പ ടീംസുകളാണ്. വെറും ഉടായ്പ. ഇമാതിരി ഫ്രോഡുകൾ വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, കൂടുതൽ ഇവന്മാരെ പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാക്ക് ചീഞ്ഞു കൂടെ. ഈ തൊപ്പിയൊക്കെ ഇപ്പൊ വന്നിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഇവ എന്തോ വലിയ നല്ലവനെ പോലെയൊക്കെ കളിക്കുന്നുണ്ടല്ലോ. ലൈവിലിരുന്ന് കാണിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അണ്ടർ ഏജിലെ രണ്ട് പിള്ളേർ, യൂസിലെ എങ്ങാണ്ടുള്ള രണ്ട് പിള്ളേർ വന്ന സമയത്ത് ലൈവില് അവരെ പിടിച്ചിരുത്തി വളച്ചോ എന്ന് പറയുന്ന ഇവനാണ്. ഏതോ പീക്കർ പയലാണ് ഈ ആദില്. അവനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് രണ്ട് പെണ്ണുങ്ങളെ ലൈവ് വന്നപ്പോൾ വളച്ചോ എന്ന് പറഞ്ഞ കിഴങ്ങനാണ് ഇവന്മാരുടെ ബോസ്. ആര് വലിയേട്ടൻ അങ്ങനെയാണ് പറയട്ടോ, വലിയേട്ടൻ. പിള്ളേരുടെ വലിയേട്ടനാണ് ബോസ്, തൊപ്പി. അപ്പൊ തന്തയിലായ്മകളാണ് അവിടെ നടന്നിട്ടുള്ളത്. അഴിഞ്ഞാട്ടങ്ങൾ, പേക്കൂത്തുകൾ, ഡ്രഗ്സ്, അതുപോലെ പെണ്ണ് പിഴി, മറ്റത് മറിച്ചത് എല്ലാം അത് അവന്മാർ തന്നെയാണ് പറഞ്ഞത്, നമ്മളല്ല. എന്നിട്ട് ഇത്രയും നേരമായിട്ട് പോലീസിന് എന്തുകൊണ്ട് പറ്റുന്നില്ല അറസ്റ്റ് ചെയ്യാനെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നല്ല കാര്യം. അതുപോലെ ഈ ആദിലിനെ പറ്റിയിട്ട് വേറെ കുറച്ച് പയ്യന്മാർ ഒരു അക്കൗണ്ട് പോയ കേസ് റിലേറ്റ് ചെയ്തിട്ട് രാവിലത്തെ വീഡിയോയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അക്കൗണ്ട് പോയ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദിൽ എന്ന് പറയുന്നവൻ 5000 രൂപ ഒരുത്തൻ്റെ അക്കൗണ്ട് അടിച്ചുപോയ അക്കൗണ്ട് സെറ്റാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ 5000 രൂപ മേടിച്ചിട്ട് പിന്നെ മുങ്ങിയവനാണ്. അപ്പൊ ഇവന്മാർ തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പകളും എല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട്. നല്ല ഒന്നാം തരം ഫ്രോഡുകളാണ്. എന്തായാലും എല്ലാത്തിനെയും ഇടിച്ച് ചോദ്യം ചെയ്ത് ഡ്രഗ്സിന്റെ ഉത്ഭവം എവിടെയെന്ന് വരെ കണ്ടുപിടിക്കണം. ഈ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി വെച്ചിട്ടുള്ള കേരളം മൊത്തം ക്ലീൻ ആക്കണം. ഡ്രഗ് ഫ്രീ സൊസൈറ്റി ആക്കിയിരിക്കണം. ഈ തൊട്ടി സാധനം ഇവിടെ ഇനി പിള്ളേർ ഉപയോഗിക്കാൻ പാടില്ല. ആ രീതിയിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം തൊലച്ച് നാറാണത്താക്കണം. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരു സാധനം ഡ്രഗ്സ്. ഓക്കെ, ഇത്തരം തൊട്ടി സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റണം. ഇതുപോലത്തെ തൊട്ടി പിള്ളേർ ഇവനൊക്കെ മറ്റേ യൂട്യൂബ് അതും ഇതും തുറന്നു വെച്ച് ഓരോ ലൈവ് സ്ട്രീമും തുറന്നു വെച്ചിട്ട് കാണിക്കുന്ന കാട്ടവരാധങ്ങൾ ഇതൊക്കെ നിർത്തലാക്കണം. ഇവന്മാരൊക്കെ അറസ്റ്റ് ചെയ്യണം. ഒരുത്തനെ വെറുതെ വിടാൻ പാടില്ല. ഇവനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് കൊച്ചു പിള്ളേരടക്കം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. നാളെ ആ പിള്ളേര് വളർന്ന് വലുതായി സമൂഹത്തിൽ വരുമ്പോൾ തൊലഞ്ഞ് നാറാണത്താവും. ഇവനെ പോലത്തെ തൊട്ടികളെ ഫോളോ അപ്പ് ചെയ്യുന്ന വീട്ടിലുള്ള കുടുംബക്കാരൊക്കെ അച്ഛനും അമ്മയൊക്കെ പിള്ളേരെ ശ്രദ്ധിക്കുക. എന്ത് തരം വീഡിയോ ആണ് നിങ്ങളുടെ മക്കൾ കാണുന്നതെന്ന് ശ്രദ്ധിക്കുക. യുവമാരുടെ തൊട്ടി വീഡിയോകളൊക്കെയാണ് കാണുന്നതെങ്കിൽ മക്കളെ പിടിച്ച് ഉരുട്ടുണ്ട്, രണ്ടുരുട്ട് ഒരു കുഴപ്പമില്ല. ഇമാതിരി വീഡിയോകളൊന്നും കാണാതിരിക്കുക മക്കള്. എനിക്കതേ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് യുവന്മാരെ ഈ ആദിലെന്ന് പറയുന്നവൻ 2-3 ടീമുകൾ, അതായത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവനെ 5000 രൂപ വാങ്ങിച്ച് പറ്റിച്ച ആ വീഡിയോ ഒന്ന് കാണാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം 1 വർഷം മുമ്പ് നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഡിസേബിൾ ആയിപ്പോയി. അപ്പോൾ ആ ഡിസേബിൾ ആയ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു ടീമിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടീം MRZ ആദിലിന്റെ ടീമായിരുന്നു. അപ്പോൾ നമ്മൾ ഫണ്ടൊക്കെ അയച്ചു കൊടുത്ത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ്, പക്ഷേ കുറേ നാൾ എടുത്തിട്ടും അക്കൗണ്ട് കിട്ടിയതുമില്ല. പൈസ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്തതുമില്ല. പിന്നെയാണ് നമ്മൾ അറിയണത് ഒരു സ്കാമേഴ്സ് ആണെന്ന്. ഇതിനെപ്പറ്റി പിന്നെ ഒരു വിവരമില്ല. ഇവരേതോ സിനിമ ഷൂട്ടിങ്ങിലാണോ ഈ പയ്യൻ എവിടെ പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോൺടാക്ട് ഏകദേശം 1 വർഷം നമ്മൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് പറ്റിയ അവസരം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ആണ്. ഇതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ ഇതിൽ തന്നെ കാണില്ല. നമുക്കിപ്പോൾ ഒരു ബാക്കപ്പ് അക്കൗണ്ട് ഉണ്ട്, അതിലാണ് ഈ വീഡിയോ ഇടാൻ പോണം. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് അവരുടെ അടുത്ത് എത്തിക്കണം. ഓക്കെ, കണ്ടല്ലോ അമ്മാരെ തന്നെ മൂഞ്ചിച്ച് വെച്ചുകൊണ്ട് OG ബെല്ലാരികളെ മൂഞ്ചിച്ച് വെച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇപ്പൊ തിരിച്ച് പൈസ എല്ലാം കൊടുത്തതാണ്. അങ്ങനെ എന്തോ കമന്റ് എന്തോ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള പോലെ കണ്ട് ആണ് ഈ വീഡിയോ ഇട്ടതിന് ശേഷം. ഇനി നാണക്കേട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. കൊള്ളാടെ, നല്ല ടീമുകളൊക്കെ തന്നെ എല്ലാം. അതും 1000 എത്ര ഫോളോവേഴ്സുള്ള അക്കൗണ്ട് പോയിരിക്കുന്നത് 5000 രൂപ കൊടുത്ത് അതിനെ തിരിച്ചു പിടിക്കാൻ പോയിരിക്കണം. അതിനേക്കാളും നല്ലത് വേറെ ഉള്ള പരിപാടിയായിരുന്നു. 5000 രൂപ കൊടുത്ത് 10000 ഫോളോവേഴ്സുള്ള അക്കൗണ്ട് ചിലപ്പോൾ കിട്ടിയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ വേറെ സീനുകളൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ ഇന്നലെ തൊപ്പി സ്റ്റേഷനിൽ പോയിട്ട് ഇവമാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആർക്ക്? മമ്മൂനും ഷമീറിനൊക്കെ എതിരെ. ഞാനൊരു കാര്യം നമ്മുടെ പോലീസ് എമ്മമാരോടൊന്ന് ചോദിച്ചോട്ടെ. ഇത്രയും തൊട്ടി പരിപാടി ലൈവിലിരുന്ന് വിളിച്ചു പറഞ്ഞ് പെണ്ണ് കേസ് അടക്കം ഡ്രഗ്സ് കേസ് അടക്കം വിളിച്ചു പറഞ്ഞ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാലയെ പോലെ കടന്നിട്ടും ഇവന്മാര് ഈ തൊപ്പി കൊണ്ടു തന്ന കേസ് പോലീസുകാരെടുത്തിട്ട് ഇവനെ തിരിച്ചു വിട്ടിരിക്കുന്നു. അവിടെ തന്നെ സ്പോട്ടിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം ഇവന്മാരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പോലും പോലീസുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തായാലും തൊപ്പി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത് പരാതി കൊടുക്കാൻ വന്നതാണ്. കേരളത്തിലെ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ,
പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ വാങ്ങിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാരിത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയിരുന്നു. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം. അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിങ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ചാ, ഇതെല്ലാം നെഗറ്റീവ് റീച്ചൊക്കെ നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ, ഇതാണ് ഇവരെ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തില് ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന് ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നിങ്ങളായി നിങ്ങളുടെ യൂണിവേഴ്സായി എനിക്ക് പറയാനുള്ള അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക. പിന്നെ നീ അവന്മാരെ ഇപ്പൊ വന്നെന്ന് പറയുന്നുണ്ടല്ലോ, നീ അവന്മാരെ കുണ്ടനായിട്ട് വീഡിയോ വരെ എടുത്ത് പുറത്തിട്ടവനാണ്. അപ്പൊ അവന്മാർ എന്തെങ്കിലുമൊക്കെ തിരിച്ചു എടുത്തിടണ്ടേ? അതുപോലെ നിന്റെ വീടിന്റെ അകത്ത് വെച്ചിട്ട് അവന്മാര് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് നീ പറയുമ്പോൾ ആ വീട് നിന്റെതാ, നിനക്കാണ് അവിടുത്തെ സകലമന റൈറ്റ്സും ഉള്ളത്. അപ്പൊ നീ തോന്നിവാസത്തിന് യുവമാരെ ഇട്ടിട്ട് അവിടെ പേക്കൂത്തുകളും കൂത്താട്ടങ്ങളും ആടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. അതുകൊണ്ട് നിന്നെ അടക്കം ഇതിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നീ ഇങ്ങനെ കുറെ കൊച്ചു പിള്ളേരെ കൊണ്ട് വഴി തെറ്റിപ്പിച്ചതിന് അടക്കം നീ ഉത്തരം പറയേണ്ടി വരും. പീക്കറി പിള്ളേരാണ്. മമ്മുവൊക്കെ എന്ന് പറഞ്ഞാൽ വെളിവും ബോധവും പൊക്കണം പോലും ഇല്ലാത്ത കുറെ വേട്ടവാളിയന്മാരാണ്. ഇവനെയൊക്കെ പിടിച്ച് നീ അവിടെ കൊണ്ടിട്ട് പേക്കൂത്ത് ആടിയിട്ട് ആട്ടാൻ വേണ്ടിയിട്ട് ആട്ടിയിട്ടുണ്ടെങ്കിൽ നീ അടക്കം. ഓക്കെ, നീ അടക്കം. കാരണം നീയൊക്കെ ഈ MRC ഗ്യാങ് എന്ന് പറഞ്ഞ് നടത്തി വെറും പേക്കൂത്ത് ആട്ടമാണ്. അതിന് തക്കതായ നടപടി എടുക്കണം. എന്തായാലും ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരെ ഇവന്മാരെ ഫോളോ ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത്. എത്രത്തോളം എപ്പം നടക്കുമെന്നൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. അതിനുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഷമീറിന്റെ ലൈവില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുക്കാം. നമുക്ക് ഈ ലോകത്തിന് മൊത്തം തെളിയിക്കണം എന്നൊന്നുമില്ല. ഇവന്റെ അന്ധമായിട്ട് നടക്കുന്ന കുറെ ഫാൻസും ആൾക്കാരുണ്ട്. ഇവരും നമുക്ക് വിശ്വസിപ്പിക്കണ്ട. നമ്മ ഈ പറഞ്ഞ പോലെ ഇതാ കോഴിക്കോട് പൂൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ഭാഗത്ത് ചക്കപ്പൂകൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇവന്റെ അടുത്ത് ഫോട്ടോ എടുക്കാനും ഇതെടുക്കാനെല്ലാം വരുന്ന പെമ്പിള്ളേരുണ്ടാവുമല്ലോ, ആ പെമ്പിള്ളേരുടെ അടുത്ത് ഇവന്റെ പരിപാടിയാണിത്. മനസ്സിലായി? ആ പെമ്പിള്ളേരെ കുറിച്ച് പറയുന്ന കാര്യം ഈ പറഞ്ഞ പോലെ കോഴിക്കോട് പോകുമ്പോ അവരെ സെക്സ്വലി നോക്കലും സെക്സ്വലി പീഡിപ്പിക്കലല്ല, പ്രണയം നടിച്ച് ഓളെ ഇതാക്കിയിട്ട് എന്താ പറയാ യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മെല്ലെ കണക്ഷൻ ഇളക്കുന്ന പരിപാടി. അതിന്റെ എല്ലാം ഇവൻ ഈ പറഞ്ഞ ഇതാ നമ്പർ അടക്കം ഉണ്ട് ഇതില്. നമ്മൾ എന്താ ഈ കളവ് പറയുന്ന പറയുന്നതാ കേസ്, അതെല്ലാം വേറെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവന്മാര് പച്ചയ്ക്ക് ലൈവിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവിടത്തെ നിയമപാലകർ എവിടെ, പോലീസുകാർ എവിടെ, എന്തുകൊണ്ട് ഇതുവരെ കേസ് എടുക്കുന്നില്ല? ഇത്രയും പച്ചയ്ക്ക് ലൈവിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്നാലും എത്രയും പെട്ടെന്ന് ഞാൻ അറിഞ്ഞത് പോയിട്ടുണ്ടെന്നാണ്, ന്യൂസിലൊന്നും വന്നിട്ടില്ല. ഇത് ടേക്കപ്പ് ചെയ്തിട്ടുള്ള ന്യൂസ് ചാനൽ ആകെ ജനൻ ടിവിയും മനോരമ ജസ്റ്റ് ഒരു പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജനൻ ടിവിയാണ് അത്യാവശ്യം ന്യൂസായിട്ട് കൊടുത്തിട്ടുള്ള. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എവിടെ? നിങ്ങൾക്കൊന്നും ഇത് ന്യൂസാക്കാൻ പറ്റത്തില്ലേടേ? എന്തെങ്കിലും കിമ്പളമല വാങ്ങിയിട്ടുണ്ടോ തൊപ്പിയുടെ കയ്യിൽ? എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ബാക്കി അടുത്ത കാര്യം, ഇത് ഇവൻ മെത്ത് എന്ന് പറഞ്ഞ സാധനം അറിയാലോ. ഇവനല്ല പറഞ്ഞു ഞാൻ ഡ്രഗ് അടിച്ചത്. ഇവൻ ഡ്രഗ് യൂസ് ചെയ്തതിന്റെ സാധനമാണ് ഇത്. ഇവൻ ഡ്രഗ് യൂസ് ചെയ്യുന്ന സാധനം എത്ര പേർക്ക് ഇവിടെ അറിയാമെന്നൊക്കെ അറിയില്ല. ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ മെത്ത് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കണം. അത് അറിയാലോ. ഇങ്ങനെ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഇതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഇത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലായി. ഇതൊന്നൊന്നുമല്ല, എനിക്കറിയാം, ഇതൊന്നൊന്നുമല്ല. പുറകിൽ നിന്റെ കൂട്ടുകാരൻ മമ്മു ഇരിപ്പുണ്ട്. പിന്നെ അവൻ ചവയ്ക്കുന്ന സെൻട്രൽ പ്രശ്നം എന്താ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല, എന്തേലും തേങ്ങയാവട്ടെ. പക്ഷേ കൃത്യമായിട്ട് ഷമീറിനെല്ലാം അറിയാല്ലേ, യൂസ് ചെയ്യുന്നവർക്ക് എല്ലാം അറിയാന്നുള്ളത് പോലെ കറക്റ്റായിട്ട് നീ പറയുന്നുണ്ട്. അതിനർത്ഥം നീ ഉപയോഗിക്കുന്നുണ്ട്.
എനിക്കൊന്നും പറയാനില്ല. ഇവിടത്തെ പോലീസുകാർ ഇത് കേസെടുത്തില്ലെങ്കിൽ സത്യം പറയാമല്ലോ, ഇത് വേറെ ലെവലിൽ പോയി സാധനം. കാരണം ഇവന്മാരെ ജീവിതം തൊലഞ്ഞ് ഇനി വളർന്നു വരുന്ന തലമുറ അടക്കം ഇവന്മാരെ തൊലച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, നടപടി എടുത്തേ പറ്റത്തുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറേ, കേട്ടോ. ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല, ഇത് വെറുതെ വിടാൻ സമ്മതിക്കത്തുമില്ല. ഓക്കെ, അതുപോലെ പറയുന്നതായിട്ടല്ല, കറക്റ്റായിട്ട് അവൻ യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ട് അവൻ അറിയാം യൂസ് ചെയ്യുന്നവന്മാർ എന്തൊക്കെ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല സീരിയസ്ലി ഇങ്ങനെ ചവച്ചോണ്ടിരിക്കുന്ന കേസ്. ഇവൻ പറയുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കുമെന്ന്. എന്തൊക്കെയെന്തോ കോപ്രായങ്ങൾ. കൊള്ളാം, എന്തായാലും സൂപ്പർ. ബാക്കി ഓക്കെ, അടുത്ത കാര്യം. ഇത് ഫസി ഞങ്ങൾക്ക് അയച്ച മെസ്സേജാണ്. ഇനിയിപ്പോൾ ഇതും ഇതാന്ന് പറയല്ലോ, ഇതും ഫേക്കാന്ന് പറയല്ലോ. കാരണം ബുദ്ധിയില്ലല്ലോ, ഓൻ്റെ ഇതിൽ വീണു പോയല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമല്ലോ നിങ്ങളെ വീപ്പിക്കും എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫസ്മിന സാക്കിർ ഹുസൈൻ ഇതിൽ കണക്ട് ചെയ്ത് തന്നെ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് കൈസ്, മനസ്സിലായോ? അപ്പൊ എല്ലാം കാണിക്കാം നമുക്ക്. ഫസ്മിന സാക്കിർ, എടാ എല്ലാം പറ, ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള അവന്റെ ഡ്രഗ്സ്, സെക്സ്വൽ എല്ലാം A to Z സത്യം പറ. ഫസി വെയിറ്റ് വന്നിട്ട് എന്താ പറയാൻ, ഞാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കും. നീ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവന്റെ മാനിപ്പുലേഷൻ ഫുൾ പുറത്ത് വരണം. ഞാനുള്ളപ്പോൾ തന്നെ പെൺപിള്ളേരുടെ ഒപ്പം പോയത് ഡ്രഗ്സ്. ഇത് അയ്യോ ഓടാ മണ്ണന്മാരെ, ബുദ്ധി ഇല്ലാണ്ട് തീട്ടം തൂന്ന് നടക്കുന്ന കുറെ എണ്ണുണ്ട്. നിന്നൊന്നൊക്കെ കാണിക്കണ്ട. ബുദ്ധിയുള്ളവന്മാർ മാത്രം വിശ്വസിക്കാം. നിന്റെ അടുത്ത് ന്യൂസ് ചോദിക്കാവുന്ന ആളാരെ? ഫസ്മിന ഡ്രഗ്സ് സെക്സിനൊക്കെ പറ്റി പറഞ്ഞ ഞാനുള്ളപ്പോൾ അവൻ്റെ അടുത്ത് സെക്സിനെ പറ്റിയിട്ട് പറയാൻ അവർക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടാ? ഡ്രഗ്സിനെ പറ്റിയിട്ട് പറയാൻ അവർക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടാ? ഊഫിയിട്ട് അവൻ വേറെ ഊപ്പല്, അങ്ങനത്തെ വേറെ ചരിത്രം കിടക്കുന്ന ടീമാണ് അത്. അവർക്ക് ഇതൊക്കെ സംസാരിക്കാൻ എന്തെങ്കിലും വോയിസ് ഉണ്ടോ? ജലൻ ഗിവ്സ് ദ ബെസ്റ്റ് സെക്സ് എന്ന് പറഞ്ഞ് പോയവളാണ് അവള്. അവള് വന്നിട്ട് ഇവനെ കുറിച്ച് പറയണം. അവൾക്ക് എന്ത് യോഗ്യത ഇരിക്കണ പറയാൻ? സീരിയസ്ലി അയ്യോ, ഇടയ്ക്കാറല്ലേ ഫസ്മിന? സക്കീറിന്റെ അണ്ണന്റെ മോളെ ഫസ്മിന, നിനക്ക് ഇടയ്ക്കാറാനുള്ള ഒരു റൈറ്റ്സും ഇല്ല. നീ അവനെക്കാളും ചെറ്റയാ, ഉള്ള കാര്യം പറയാം. ഓക്കെ, നിങ്ങളെല്ലാം ഒരു തോണി കയറി സഞ്ചരിക്കുന്ന ആൾക്കാരാ. ഓക്കെ, ഒരു മാറ്റവും ഇല്ല അതിൽ. നിനക്ക് നാവ് നീ വാ തുറക്കല്ലേ, നിനക്ക് വോയിസിന്റെ ഏഴയിലത്തില്ല. നിന്റെ ഡയറിയും കോപ്പും എല്ലാം കണ്ട് നിന്നെ വലിച്ച് പൊളന്ന് കയറി ഒട്ടിച്ച് ചരിത്രം അടക്കം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ മിണ്ടരുത്, നിനക്കിവിടെ വോയിസ് ഇല്ല. ഇനി ഷമീറിന്റെ ലൈവിൽ ഷമീർ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഇപ്പൊ കൊണ്ടു കേൾക്കാം. ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ ഇതിലും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആണ്. ഭയങ്കര സീനാണ് മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇതിപ്പോൾ നിങ്ങളടുത്തൊന്നും പറയണമെന്ന് തോന്നി. ഇന്നലത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ലൈവ് പോയി. അത് കോപ്പിറൈറ്റ് കിട്ടിയതാണ്, ഹനാൻഷ കോപ്പിറൈറ്റ് അടിച്ചതാണ്. പക്ഷേ അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മൂപ്പരെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ, മൂപ്പരെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയാണ്. കാരണം ഇന്നലത്തെ ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല. എത്ര പേര് ഇന്നലത്തെ ലൈവ് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതിൽ നമ്മൾ പറ്റുന്നത്ര ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ തുറന്നടിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ പൈസയും ഇതും ഉള്ള ആളെ ഇതാക്കാൻ നിൽക്കരുതായിരുന്നു. മനസ്സിലാവും? നമ്മളതിൽ പൈസ ഇല്ല, നമ്മളതിൽ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഇല്ല, പവറില്ല. സോ ഇത്തരം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എന്തായാലും മിക്കവാറും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോകും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോകും. ഇപ്പോൾ ലൈവ് ചെയ്ത് കൊടുക്കുന്ന ചാനൽ എന്തായാലും പോകും. പിന്നെ ജാസിൻ്റെ ഇൻസ്റ്റ പോയി, അവൻ്റെ യൂട്യൂബ് ചാനൽ പോയി, മമ്മൂൻ്റെ പോയി, എല്ലായിടത്തും ഇതൊക്കെ പോയി. മനസ്സിലാവും? അപ്പോൾ എൻ്റെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പോകും. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞിട്ട് വന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോകും. അപ്പോൾ ലൈവിന് ഒരാഴ്ചയ്ക്ക് ശേഷം മറ്റേ ലൈവ് ഉണ്ടാവും. വേറെ കുറേ കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ. ടെൻഷൻ. നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തു. അതായത് നന്മപരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ തുറന്നടിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസയും പവറും ഇതുള്ള ആളെ തെറ്റുകൾ എന്തെല്ലാമോ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചെയ്ത തെറ്റ്. മനസ്സിലാവും? ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിത്ത് പ്രൂഫ്, വീഡിയോ അടക്കം, ഇവന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് സ്വഭാവം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്നത് മൊത്തം നെഗറ്റീവും കാര്യങ്ങളും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിപ്പം പേഴ്സണലി ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും. ഫാമിലിയിൽ അവർക്ക് സത്യം അറിയാം, അതുകൊണ്ട് അവർ കൂടെ ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ പ്രശ്നമാണ്. മനസ്സിലാവും? അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഈ പറഞ്ഞ പോലെ ഒരു 4-5 ദിവസം ലൈവ് ഉണ്ടാകും. കഴിഞ്ഞിട്ട് പിന്നെ കിക്കിലി പറഞ്ഞ പോലെ ചാനൽ അടിച്ച് കളയാനും ചാനൽ കൂട്ടിക്കാനൊന്നും കിക്കിൽ പറ്റില്ല. അതുകൊണ്ട് ആടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആടെ ചെയ്യും. പിന്നെ എപ്പം ജയിലാവുന്നു, എപ്പം കേസ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എപ്പം വേണമെങ്കിലും ജയിലാകാം. അപ്പോൾ ജയിലാ മീൻസ് ഒരിക്കലും ഡ്രഗിൻ്റെ കേസിനോ ഇതിനോ ഞാൻ ജയിലാവില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അവൻ്റെ കൂടെ ഒന്ന് തന്ന അടിച്ചല്ലാണ്ട് ഞാൻ അതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കുണ്ടെന്ന് പറയുന്ന കാര്യം
അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നവരെ കൊണ്ട് കളിച്ചിട്ടില്ല. മനസ്സിലായോ? അതൊന്നും ഞാൻ കാര്യം വിശ്വസിക്കാനൊന്നുമില്ല, ഞാൻ പറയാം. കുണ്ടന്റെ കേസ് നീ ഇനി എന്ത് തെളിയാനിരിക്കണം? കണ്ട് വീഡിയോ നമുക്ക് കൊണ്ടേ കൂട്ടുകാരന്മാര്, നമ്മള് അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ ദാനത്തിൽ താങ്ങി കൊടുക്കൂല. അല്ല എനിക്കിന്നൊന്നും പറയാനില്ല. ഇനി പറയും കളിക്കാണ് മറ്റോ കയറി തട്ടിയെന്ന് പിടിച്ചെന്ന്. അയ്യോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കളിയെങ്കിൽ എനിക്ക് ആ കളിയിലൊന്നും പറയാനില്ല. നമുക്കും കൂട്ടുകാരന്മാരുണ്ട്, നമ്മൾ കൂട്ടുകാരന്മാരുടെ സ്ഥാനത്തിലല്ല കയറി പിടിക്കുന്നത്. ഓക്കെ, കൂട്ടുകാരന്മാർ തിരിച്ചും കയറി പിടിച്ച ചരിത്രമില്ല. അങ്ങനെ പിടിക്കുന്നതിനാണ് നമ്മൾ മറ്റേ പേരിട്ട് വിളിക്കുന്നത്. കണ്ടേ? ഓക്കെ, അതിനെക്കുറിച്ച് നീ കൂടുതൽ പറയാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ചുമ്മാ എന്ത് നമ്മൾ കണ്ട കാര്യം നമ്മൾ മറ്റേ മാറ്റി കളയാൻ പറ്റത്തില്ലടേ. ഓക്കെ ഡേ. അടുത്ത് ശാലുപ്പയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഈ വീഡിയോ ദയവ് ചെയ്ത് കൊച്ചു കുട്ടികൾ കാണരുത്. പിന്നെ അമ്മമാരും. കേരള പോലീസ് ആരെയാണ് ഈ പേടിക്കുന്നത്? തൊപ്പിയിലെ കുറെ വേട്ടവളിയും പിള്ളേരെയാണ്. യവന്മാരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടേണ്ടതാണ്. യവന്മാർ കാണിക്കുന്ന അപരാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി കാട്ടപരാധമാണ് ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്നത്. നമ്മളെ പിള്ളേരെയൊക്കെ വഴിതെറ്റിക്കുകയാണ് അവന്മാർ. നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും ഓപ്പണായിട്ട് കഞ്ചാവ്, ഹാഷിഷ്, MDMA പെൺകുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന പരിപാടി എല്ലാം ഓപ്പണായിട്ട് നിങ്ങളെ കാണിച്ചിട്ട് വാരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ, ഒരു കോൺസ്റ്റബിൾ പോലും അവിടെ പോയി അവന്മാരെ കവാലത്തിൽ അടികൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. നിങ്ങളെന്താ അവന്റെ പണത്തിനെ കണ്ട് പേടിച്ചു പോയാ? ഈ വീഡിയോ നമ്മുടെ കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതുപോലെ കേരള പോലീസ്, പ്രത്യേകിച്ച് വാരാപ്പുഴ പോലീസ് സ്റ്റേഷൻ അധികാരികൾക്ക്, നമ്മളെ മക്കളൊക്കെ അവരുടെ വായിന്ന് അവരുടെ പ്രായത്തിനേക്കാൾ വലിയ വാക്കുകൾ വീഴുകയും അതുപോലെ തന്നെ അവരുടെ വൃത്തികെട്ട ചേഷ്ടകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നോ കിട്ടണമെന്ന്. സത്യം പറഞ്ഞാൽ അല്ല. കുട്ടികളുടെ മനസ്സ് കീഴടക്കണ ഒരു യൂണിവേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മളറിയാതെ നമ്മളെ മക്കള് നമ്മളെ മൊബൈലിലൂടെ വേറൊരു യൂണിവേഴ്സിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെ ഇതിന് കാരണക്കാര് നമ്മൾ തന്നെയാണ്. നമ്മളെ മക്കൾക്ക് കൊടുക്കണ അമിത സ്വാതന്ത്ര്യമാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം. ഒരുപക്ഷെ നമ്മളെല്ലാം മൊബൈൽ എടുക്കുമ്പോൾ കുട്ടികളുടെ യൂണിവേഴ്സിൽ നടക്കണ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തലയിൽ കൈവച്ച അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഇത് കേരളത്തിലാണോ ഇന്ത്യയിലാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്നു. ഈ യൂണിവേഴ്സിലുള്ളവർക്ക് നിയമങ്ങളെ പേടിയില്ല, പോലീസിനെ പേടിയില്ല, സമൂഹത്തിനെ പേടിയില്ല, അവരെ അച്ഛനമ്മമാരെ പേടിയില്ല, അവരെ സഹോദരിമാരെ കുറിച്ച് ഒരു ഉത്കണ്ഠ അവർക്കില്ല. തമ്മിൽ വലിയ ക്രിമിനൽ കാര്യങ്ങൾ അവർ അഭിമാനത്തോടെയാണ് ഇപ്പം പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ചെളിവാരി എറിയണതാണ്. പക്ഷെ അതൊക്കെ ഭയങ്കര ക്രെഡിറ്റ് പോലെയാണ് അവർ കാണുന്നത്. MRS തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്യാങ് ഉണ്ട്. ഒരു 6-7 പയ്യന്മാരാണ്, കൊച്ചു പിള്ളേരാണ്. എനിക്ക് ഒരു 20-25 വയസ്സിനിടയിലുള്ള ഒരു 6-7 പിള്ളേർ സെറ്റാണ്. യവന്മാർ ചെയ്ത് കൂട്ടുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16-17 വയസ്സുള്ള കൊച്ചു പെൺകുട്ടികളെ ഇവരുടെ പ്ലാറ്റ്ഫോം വഴി കുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്ത് അവരെ ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറുക. കൊച്ചു പയ്യന്മാരാണ്. അപ്പൊ ഈ പയ്യന്മാർ തമ്മിൽ ഫുൾ നൂഡായിട്ട് നിന്നിട്ട് ലൈവായിട്ട് വീഡിയോ കാണിക്കുക. അത് മാത്രമല്ല, ഒരു ഉളുപ്പുമില്ലാതെ ആണുമായിട്ടുള്ള ലൈംഗിക ചേഷ്ടകളൊക്കെ കാണിക്കുക. ഈ പെൺകുട്ടികളെയൊക്കെ ഡ്രഗ് കൊടുക്കുക. അവരുടെ വീട്ടിനകത്ത് ഡ്രഗ് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ പബ്ലിക്കായിട്ട് തന്നെ കാണിക്കുക. എന്നിട്ട് ഇതൊന്നും കണ്ടിട്ട് കേരള പോലീസ് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന ആള് ലൈവിൽ വന്നിട്ട് വാരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അവൻ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, അടുത്ത ടീമിന് വേണ്ടിയിട്ട്. പക്ഷെ അതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് ഏറ്റവും കൂടുതൽ യുവന്മാർ പറഞ്ഞത്. അങ്ങോട്ട് യുവന്മാരെല്ലാം ചെയ്തതാണ്. ഒരു ഉളുപ്പുമില്ലാതെ എന്ത് തൻ്റെ ഇടത്തോടാണെന്നറിയാം അവൻ സ്റ്റേഷനിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തത്, സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു പറഞ്ഞിട്ട്. എന്നിട്ട് ഈ വാരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരന്മാരെ പോലും ഇവനെ പിടിച്ച് ആത്തിരുത്തിയില്ലെന്നുള്ളത് ഭയങ്കര ദുഃഖമുള്ളൊരു കാര്യമാണ്. ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവില്ല. ഒന്നുകിൽ നിങ്ങൾ ക്രിമിനലിന്റെ കൂടെ നിൽക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവരുടെ ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വം തരണം. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളെയൊക്കെ ഇവന്മാരിങ്ങനെ വച്ച് കൈമാറുന്നു, ഒരാൾ ഉപയോഗിച്ചതിന് ശേഷം വേറൊരാൾക്ക് കൊടുക്കുന്നു. പ്രിയപ്പെട്ട കേരള പോലീസ്, നിങ്ങൾക്കും പെൺകുട്ടികൾക്ക് ഉള്ളവരല്ലേ, നിങ്ങൾക്കിത് കണ്ടിട്ട് നിങ്ങൾക്കിതൊന്നും തോന്നില്ലേ? ഇവനെയൊക്കെ അകത്തെടുത്തിട്ട് ഇവന്റെ ചെത്തി എടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നാളെ നമ്മളുടെ മക്കളും യവന്മാരുടെ ഈ യൂണിവേഴ്സിലോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും. ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കൾക്കാണ് നാളെ ഈ ഒരു അവസ്ഥ വന്നാൽ എന്നുള്ള രീതിയിലെങ്കിലും എടുത്ത് യവന്മാരെ ഇന്ന് തന്നെ ഉള്ളയെടുത്ത് ഇടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. പ്രത്യേകിച്ച് 2 പെൺകുട്ടികളുടെ ഒരു അച്ഛൻ്റെ മനസ്സിൻ്റെ ഒരു രോദനം കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് വളച്ചു. അവര് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഈ പറഞ്ഞ പോലെ അവര് ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മളിത് യൂസ് ചെയ്തു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവന് ഇഷ്ടമായ ചെറിയ പെണ്ണ്, 18ആമത്തെ പെണ്ണ്. ആ 18ആമത്തെ പെണ്ണിനാ ഈ പറഞ്ഞ പോലെ ഈ 18ആമത്തെ പെണ്ണ് എന്റെ കൂടെ റൂമിൽ എല്ലാം പൈസ കൊടുത്ത് മിക്കവാറും നാളത്തേക്ക് ഇതിന്റെ ഇത് കളയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇമാതിരി തീട്ടങ്ങളെയും പിടിച്ച് അകത്തിടുക. വരുന്ന തലമുറയെ വഴിതെറ്റിക്കുന്ന ഇമാതിരി തൊട്ടികളെ ഇനി ദയവ് ചെയ്തിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യില്ല. കുറെ തൊട്ടികളുണ്ട്, കുറെ എണ്ണം ഉണ്ട്. ഈ കാട്ടപരാധങ്ങളും കൺട്രാവ് പരിപാടികളെല്ലാം ഒന്ന് ഓൺലൈനിൽ നിന്ന് കാണിക്കും. ഇത് സപ്പോർട്ട് ചെയ്ത് കൈയടിക്കാൻ കുറെ പിള്ളേർ സെറ്റും.
തലമുറകൾ നശിക്കണ്ടേ? കൂടുതലൊന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് നടപടികളൊക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് എല്ലാത്തിനെയും പിടിച്ച് അകത്തിടട്ടെ. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.